എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CPM-ൽ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മറ്റാരുമല്ല, PP ദിവ്യ, CPM-ൻ്റെ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയെന്ന് കോടതി കണ്ടെത്തുകയും 2 ആഴ്ചത്തെ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത് ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഞെളിഞ്ഞു നടക്കുന്ന PP ദിവ്യയും CPM സഹയാത്രികയും CPM-ന് വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് വാദോരാതെ പ്രസംഗിക്കുകയും മറ്റുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഇതൊക്കെ കവിതകളൊക്കെ കോപ്പിയടിച്ച് CPM-ന് വേണ്ടി വാദിക്കുന്ന കോപ്പിയടി ടീച്ചർ ദീപാ നിശാന്തും തമ്മിലുള്ള ഒരു പോരാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വരുന്നതിന് മുന്നേ സംഭവത്തിന് ആസ്പദമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും കഴിഞ്ഞ ദിവസം PP ദിവ്യ മറ്റൊരാളിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തൻ്റെ വോളിൽ ഷെയർ ചെയ്യുന്നു. അതായത് പ്രദീപ് മാക്കുറ്റി മാനന്തേരി എന്ന് പറയുന്ന ഒരാൾ, അതായത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണെന്ന് പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞുതരാം, വലിയ പോസ്റ്റാട്ടോ, ചുരുക്കി പറഞ്ഞുതരാം. ഒരു ദിവസം രാത്രി ഇദ്ദേഹത്തിൻ്റെ അച്ഛന് എന്തോ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുകയും കൂത്തുപറമ്പിന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയും അപ്പോൾ അവിടുത്തെ ECG എടുത്തതിന് ശേഷം ഡോക്ടർമാർ നിർദ്ദേശം നൽകുന്നു പെട്ടെന്ന് അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർ അടുത്തുള്ള ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയും അപ്പോൾ അവർ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുകയും അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ഇദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ഉടൻ ചെയ്യണമെന്ന്. അപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് ക്രിയാറ്റിൻ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രദർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലുള്ള സമയത്ത് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കഴിഞ്ഞാൽ ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛന് ഇതേ പ്രശ്നമുണ്ടായിട്ട് ക്രിയാറ്റിൻ കൂടുതലുണ്ടെന്ന് ചെയ്തില്ല. അപ്പോൾ ഉടനെ തന്നെ ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോസ്പിറ്റലിലെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകി. ഒരുപാട് ബില്ലാവും അവിടെ, ഏകദേശം 1-2 ലക്ഷം രൂപയുടെ അടുത്ത് ബില്ലാവും. പക്ഷേ അവർ വിശ്വാസമില്ലായിരുന്നു, അത് ക്രിയാറ്റിൻ കൂടിയ സമയത്ത് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ഒരു മെമ്പറെ വിളിക്കുകയും ജനറൽ ആശുപത്രിയിൽ അവിടെ ICU വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇവർ പെട്ടെന്ന് അവിടെ ചെല്ലുകയും ഈ ജില്ലാ ആശുപത്രിയിലെ ആൾക്കാരെല്ലാം ചെയ്ത് പെട്ടെന്ന് 1-2 ദിവസം മെഡിസിനിൽ ക്രിയാറ്റിൻ കുറച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. അപ്പോൾ ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കണ്ടന്റ്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ പുള്ളിക്കാരി ഇതിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കാര്യക്ഷമമായ ഇടപെടലുകളും ജില്ലാ പഞ്ചായത്ത് ആശുപത്രിയിൽ, അതായത് ഇതൊക്കെ ഇങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടിയെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണോ എന്ന രീതിയിലുള്ള അത് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. പക്ഷെ അതിനടിയിൽ വന്ന് ഒരു കമ്മി തന്നെ, ഒരു അന്തം കമ്മി, അത് കമ്മി തന്നെ ഒരു കമൻ്റ് ഇടുകയാണ് കേട്ടോ. അതായത് ഇതേ സംഭവം മറ്റൊരു സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അന്ന് ഈ 5 സ്റ്റാർ ഹോസ്പിറ്റലിന് പകരം ഈ 5 സ്റ്റാർ ഹോസ്പിറ്റൽ വേറെ എറണാകുളം ലിസി ഹോസ്പിറ്റലും പിന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് പകരം എറണാകുളം ജനറൽ ആശുപത്രിയും ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കോപ്പി അടിക്കുകയാണോ, ദീപ ടീച്ചർക്ക് പഠിക്കുകയാണോ എന്നാണ് അദ്ദേഹം കമൻ്റ് ഇട്ടത്. അപ്പോൾ ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്ത് PP ദിവ്യ ഒന്ന് റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്. അതായത് ദീപ ടീച്ചർ കോപ്പി അടിക്കാൻ അത്ര ദാരിദ്ര്യം PP ദിവ്യക്കില്ല എന്ന്. ആലോചിച്ചൊക്കെ, രണ്ടും കമ്മികളാട്ടോ, രണ്ടും ഒന്നാന്തരം കമ്മികളാണ്. കമ്മികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഈ ജനങ്ങളെ കട്ടുമുടിച്ച് ജീവിക്കുന്ന 2 കമ്മികളാണ് ഇവർ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ വരെ, അത് കോപ്പിയടി വിവാദം, കവിത കോപ്പിയടിച്ച് അത്ര വരെ CPM-ൻ്റെ വേദികളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് എന്താ പറയണ്ട്, ഞാൻ വലിയ എന്തോ സംഭവമാണ്, അതാണ് ഇതാണൊക്കെ ഒരു 4-5 ലൈൻ കവിതയൊക്കെ എഴുതിയിട്ട് അവസാനം മറ്റൊരാൾ എഴുതിയൊരു കവിത എടുത്തിട്ട് ആകെ നാണം കെട്ട് കുറേ നാൾ മൂലക്കായിരുന്നു. ഇപ്പോഴും എവിടെയാണ് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അതായത് CPM-ന് പോലും ഇപ്പം വേണ്ട, അതായത് പാർട്ടിക്ക് പോലും നാണക്കേടാന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയണ്ടത്, ഒരു കാലത്ത് CPM-ന് വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് വാദോരാതെ CPM-നെ പ്രതിരോധിക്കുകയും CPM എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുകയും കവിത എഴുതി മറ്റുള്ളവർ എഴുതിയ കവിതകളൊക്കെ എഴുതി കോപ്പി അടിച്ച് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഈ ദീപാ നിശാന്തിനെ കറിവേപ്പിലാക്കി കളഞ്ഞു CPM. ശരിക്കും PP ദിവ്യയുടെ ഈ പോസ്റ്റിൽ തന്നെ റിപ്ലൈ തന്നെ മനസ്സിലാവുന്ന എന്താ കാര്യം, CPM-ന് വേണ്ടി എത്ര പേര് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അവർ ഒന്നും നോക്കാതെ എടുത്ത് കളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഈ PP ദിവ്യക്ക് ദീപാ നിശാന്തിനോട് വേറൊരു കലിപ്പം കൂടിയുണ്ട്. ഈ PP ദിവ്യ ജയിലിൽ പോയ സമയത്ത്, അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയി 2 ആഴ്ച ജയിൽവാസം നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ദീപാ നിശാന്ത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ PP ദിവ്യക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങനെ ചില ഗ്രൂപ്പുകളുടെ ഡിസ്കഷനൊക്കെ നടത്തിയിരുന്നു എന്നുള്ളൊരു വിവരം, വ്യക്തമായ വിവരം കണ്ണൂർ ജില്ലാ CPM-ൻ്റെ പക്കൽ ഉണ്ട്. അതനുസരിച്ചാണ്, അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് PP ദിവ്യ ദീപാ നിശാന്തിൻ്റെ പേര് വലിച്ചിടുകയും അതായത്
അതായത് ദീപാ നിശാന്തിൻ്റെ അത്ര ദാരിദ്ര്യം പി പി ദിവ്യക്കില്ല എന്ന് പറയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അത് തന്നെയാണ്. അതായത് അവർക്കറിയാം ഇത് പി പി ദിവ്യക്കെതിരെ ഈ ദീപാ നിശാന്ത് നടത്തിയ പ്രവർത്തനങ്ങൾ വ്യക്തമായ തെളിവ് ഇവരുടെ പക്കലുണ്ട്. അപ്പോൾ ആ ഒരു കലിപ്പും കൂടി തീർത്തിയാണ് പി പി ദിവ്യ ഒരാളിട്ട് കമൻറ്റിന് കൊടുത്ത റിപ്ലൈയിലൂടെ ശരിക്കും പി പി ദിവ്യ കൊടുത്തത് ദീപാ നിശാന്തിൻ്റെ മുഖത്ത് ഒരു അടി തന്നെയാണ്. കാരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ശരിക്കും ചർച്ചയാവും. ശരിക്കും ഇന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് ജനുവരി 8-ാം തീയതി ആണ് സംഭവിച്ചിരിക്കുന്നത്. ജനുവരി 8-ാം തീയതിയാണ് പുള്ളിക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തത്. അടുത്ത ദിവസം തന്നെ ഇത് വലിയ ചർച്ചയാവും. സി പി എമ്മിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രതിരോധം തീർക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പാഠമാണ്. അവരുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കറിവേപ്പില കണക്കിന് എടുത്ത് വെളിയിൽ കളയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇൻ കേസ് നിങ്ങൾ അതിനെതിരെ പ്രതിരോധിക്കാൻ വന്നു കഴിഞ്ഞാൽ, അതായത് സി പി എമ്മിനെതിരെ വീണ്ടും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇനോവ വിടും. നിങ്ങൾ 51 വെട്ടി നശിപ്പിച്ച് തീർത്ത് കളയുമാർ. അപ്പോൾ ഇവന്മാർക്ക് വേണ്ടി തൂലിക ചലിപ്പിക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്കിതൊരു പാഠമാണ്. അതായത് നാളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇനോവ വരാനുള്ള ഒരു മാർഗം കൂടിയാണിത്. അതായത് നിങ്ങൾ മനഃപൂർവ്വം ഇനോവ വിളിച്ചു വരുത്തുകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.